കേരള ടു കാശ്മീർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വലിയൊരു ട്രെയിൻ യാത്ര നടത്താൻ പോവാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ വരെ ട്രിച്ചി ഗംഗാനഗർ ഹംസഫർ എക്സ്പ്രസ്സിൽ ഒരു 55.5 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഉള്ളത് ട്രിച്ചിയിലാണ്. ട്രിച്ചി ജംഗ്ഷനിൽ നിന്നും നമ്മൾ ശ്രീഗംഗാനഗർ ലക്ഷ്യമാക്കി പോകാൻ പോവാണ്. അതാ നമ്മുടെ ഹംസഫർ എക്സ്പ്രസ് കണ്ട് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ റെഡി ആയി കിടപ്പുണ്ട്. ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ഡിപ്പാർട്ടാവാൻ വേണ്ടി. നമ്മുടെ കോച്ച് B4 ആണ്. ഹംസഫർ എക്സ്പ്രസ് ആണിത്. ഇത് ഫുള്ള് 3 ടയർ മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിൽ. ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ അതായത് രാജസ്ഥാൻ്റെ വണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ ഏറ്റവും മുന്നിലാണ് B4 ആണ്. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് പോവാം. ഇത്രയും ദൂരം ഓടുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്കിതിൽ AC ഹോട്ട് ബഫേ കാറൊക്കെ ഉണ്ട്, അതായത് പാൻട്രി കാറൊക്കെ ഉണ്ട്. നമ്മൾ ട്രെയിനിൽ കയറുന്നതിനും ഒന്ന് പവർ ആവാൻ വേണ്ടി രാവിലെ ഇവിടെ നിന്ന് ചായ കിട്ടും. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമുക്ക് ഉണ്ടാക്കി ലൈവ് ചായ കിട്ടും കേട്ടോ. ചായയും 2 ഉഴുന്നോടൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ചിട്ട് കയറാമെന്ന് വെച്ചു. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന കോച്ച് ഇതാണ് കേട്ടോ. B4 2016 ഉണ്ടാക്കിയതൊരു ഹംസഫറിൻ്റെ കോച്ചാണേ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പം നമ്മുടെ ബർത്ത് കണ്ട് ഇവിടെ സൈഡിൽ ഓരോ ബർത്ത് കണ്ടോ 15. ഇത് ഈ ഡോറിൻ്റെ അടുത്ത് കിട്ടിയ വേറെ രസമില്ലായിരുന്നു. അപ്പോൾ 15 സൈഡിൽ ഓറിലാണ് നമ്മുടെ യാത്ര. നമ്മുടെ വണ്ടിയുടെ സാരഥിയെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. പൂനെയുടെ ഒരു WDP40 ആണ്. ഈ ലോക്കോ പൂനെ വരെ ഉള്ളൂ. ട്രിച്ചിയിൽ നിന്ന് പൂനെ വരെ, അതായത് നാളെ രാവിലെ 8 മണി വരെ ഈ ലോക്കോ കാണും. പിന്നെ അവിടെ നിന്ന് ഇലക്ട്രിക് എഞ്ചിനാണ് കയറ്റുന്നത്. അമ്മയും കേൾക്കാൻ എന്ത് രസമല്ലേ. അതുകൊണ്ട് അപ്പുറത്തൂടെ പോകുന്ന നമ്മുടെ ചെന്നൈ എഗ്മോർ മാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ടല്ലോ, ആ വണ്ടിയാണ് പോകുന്നത്. ഇവിടെ ലോക്കോ എടുക്കുന്നുണ്ടോ. ഇത് ഈറോഡ് ലോക്കോ ഷെഡിന്റെ 75ാമത്തെ ലോക്കോ ആണ്. അപ്പോൾ അവരതിനൊരു പേരും കൊടുത്തിട്ടുണ്ടോ, ശിരുവാണി. ശിരുവാണി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തമിഴ്നാട്ടിലെ ഒരു നദിയാണ്. അപ്പോൾ ആ നദിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടിപൊളിയല്ലേ. നമ്മുടെ യാത്ര 55 മണിക്കൂർ 25 മിനിറ്റ് ആണ് ശരിക്കുള്ള 3102 കിലോമീറ്റർ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ 4:45 അറിയാം. അടുത്ത ദിവസം ഉച്ചയ്ക്ക് അവിടെ എത്തും, ശ്രീഗംഗാനഗറിലെത്തും. രാവിലെ കുറച്ച് നേരം കിടന്ന് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അത് രാവിലെ ബെഡ്ഷീറ്റ് കണ്ടിട്ട് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ബിക്കാനീർ ഡിവിഷൻ ബെഡ്ഷീറ്റും ഉണ്ട്, ടവലും ഉണ്ടല്ലോ, ടവൽ. കറക്റ്റ് ടൈമാണ് 4:45 നമ്മളെ ആ ഒരു 55.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നേരെ സേലം പോവും. സേലം ബംഗാരപ്പേട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ വണ്ടി ഫുള്ളാകും കേട്ടോ. ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ബംഗാരപ്പേട്ട് ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ ഫുള്ളാവും. ബംഗാരപ്പേട്ട് ബാംഗ്ലൂർ കയറത്തില്ല. കൃഷ്ണരാജപുരം ബാനസ്വാടി വഴിയാണ് ഇത് പോകുന്നത്. എന്നിട്ട് യശ്വന്ത്പൂർ ബൈപ്പാസ് അടിച്ചിട്ട് തുംകൂർ അർസികേര അങ്ങനെ ആ നമ്മൾ ശരാവതിക്ക് പോയ റൂട്ടില്ലേ, ആ റൂട്ട് പിടിച്ചിട്ട് ഹൂബ്ലി മീറജ് എന്നിട്ട് നേരെ പൂനെ അങ്ങനെയാണ് പോകുന്നത്. പൂനെ പിന്നെ ലൊനാവള പിന്നെ വസായി റോഡ് സൂറത്ത് അങ്ങനെ ഗുജറാത്തിൽ കൂടെ കയറി ഗംഗാനഗർ പോകും. അപ്പോൾ നമ്മൾ ട്രിച്ചിയിൽ നിന്ന് വിട്ടു. ഞാൻ കുറച്ചേരം ഉറങ്ങട്ടല്ലേ, ശരിയാകത്തില്ല. എണീക്കുമ്പോൾ കളിച്ചറിയാം ബാക്കി. ഞാനൊരു ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മളിപ്പോൾ സേലം എത്താറായിരുന്നു. സേലം കണ്ടോ, സേലം എത്താറായി. എൻ്റെ അപ്പുറത്താണെങ്കിൽ ഇവർ കരൂർന്ന് കയറിയാണ്. ഇവർ രാജസ്ഥാനി കുടുംബം തോന്നുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര ബഹളമായിരുന്നു. ആ ബഹളം കേട്ട് എണീറ്റവർ. അവർ മിക്കവാറും ഹനുമാൻഗഡ് സൂറത്ഗഡോ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടം വരെ എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ചാട്ട് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടേ. അവർ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് വന്നേക്കുന്നത്. ചിലതൊക്കെ എങ്ങനെ ഈ 2-3 ദിവസത്തെ യാത്രയാണെങ്കിൽ അവർ ഈ ലെമൺ റൈസ് അങ്ങനത്തെ റൈസ് ഐറ്റംസ് അങ്ങനെ റൊട്ടി കറിയൊക്കെ അവർ ഉണ്ടാക്കി വലിയ പാത്രത്തിലാക്കി കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് എല്ലാ ദിവസവും എടുത്ത് കഴിക്കും. ഹംസഫർ എക്സ്പ്രസ്സിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ഹംസഫർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഗർത്തലയിൽ നിന്ന് ബംഗളൂരു വരെ പോകുന്ന ഹംസഫറാണ്. ഹംസഫർ എല്ലാം ഡൈനാമിക് ഫെയറിംഗ് ഉള്ള പ്രീമിയം വണ്ടികളാണ്. പക്ഷെ നമുക്ക് ഫുഡ് ഇൻക്ലൂഡ് അല്ല അതിൻ്റെ റേറ്റ് വരുന്നത്. ഡൈനാമിക് ഫെയർ ആണെങ്കിൽ ഫുഡ് ഇൻക്ലൂഡ് അല്ല, ഫുഡ് വേറെയാണ്. ഫുൾ 3rd AC കമ്പാർട്ട്മെന്റ് ആണ് ഹംസഫറിലുള്ളത്. 2nd AC ഫസ്റ്റ് AC ഒന്നുമില്ല, ഫുൾ 3rd AC. ചില ഹംസഫറിൽ സ്ലീപ്പർ ഉണ്ട്, പക്ഷെ നമ്മൾ പോകുന്ന ഹംസഫറിൽ സ്ലീപ്പർ അല്ല, ഫുള്ള് 3rd AC ആണ്. എനിക്ക് ഈ ഹംസഫർ എക്സ്പ്രസിന്റെ ആ ഒരു ലിവറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ലുക്കാണ് കേട്ടോ. അറിയോ, നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു ലിവറിയാണ്. ഹംസഫറിന്റെ ലിവറിയും പിന്നെ WDP40 ലോക്കോയും കൂടെ നല്ല കിടല് മാച്ച് വേണം കേട്ടോ. നമ്മൾ സേലം അടുത്തുകൊണ്ടിരിക്കുക. സേലം ഈ ലൈൻ കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഈറോഡ് ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണ്. അപ്പോൾ ആ ഈറോഡ് ലൈനും നമ്മുടെ ഈ നാമക്കൽ ഭാഗത്തുനിന്ന് വരുന്ന ലൈനും കൂടെ ഒരുമിച്ചാണ് സേലത്തേക്ക് കയറുന്നത്. ഇത് സൗത്ത് ഇന്ത്യ വിട്ട് പോകുന്നതിന് മുമ്പ് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പോകാം. അപ്പോൾ രാവിലെ സേലത്ത് ഇഡ്ഡലി വാങ്ങാം.
പിന്നെ നാളെയൊക്കെ എന്തെങ്കിലും ഭക്ഷണം കണക്കെ ആയിരിക്കും, മിക്കവാറും ട്രെയിനിൽ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ ലെറ്റ്സ് സീ. ഗുഡ്സ് ട്രെയിനുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ഇനി ഇപ്പം ചറവറ ഗുഡ്സ് ആയിരിക്കും കേട്ടോ. ഇത് ഗുണ്ടക്കൽ ഷെഡിൻ്റെ 2 WAG7 ട്വിൻസാ. ഇവിടെ എന്തോ വലിയ ടീമൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മാലയൊക്കെ ഇടുന്നു കോച്ചിൽ. ഇതെന്താണ് സംഭവം? ഇത് വലിയൊരു ടീമാണ്. അവർ കുറേ പേരുണ്ട്. ഈ കോച്ച് മൊത്തം അവരാന്ന് തോന്നുന്നു. ഇവര് എന്തോ തീർത്ഥയാത്രയാണോ എന്താണെന്ന് ഒരു പിടുത്തമില്ല. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. P5 കോച്ചിൽ വന്നിട്ട് കുറേ മാലയൊക്കെ ഇട്ടിട്ട് ഭയങ്കര പരിപാടിയാണ്. എന്തായാലും കൊള്ളാം. നമ്മൾ ഇഡ്ഡലി വട വാങ്ങിച്ചു. അപ്പോൾ ഇഡ്ഡലി വാങ്ങിച്ച് പോയി കഴിക്കാം. ഇനി നമുക്ക് 3 ഇഡ്ഡലി ഉണ്ട്, പിന്നെ ഒരു വടയുണ്ട്, പിന്നെ ഒരു സാമ്പാറും ചമ്മന്തി ഉണ്ട്. എല്ലാം കൂടെ 50 രൂപയാണ്. അത് സമയം 7:40 ആയപ്പോഴേക്കും നമ്മൾ സേലത്ത് നിന്ന് പുറപ്പെട്ട് ബംഗാരപ്പേട്ട് ഭാഗത്തോട്ട് പോകണത്. ടുവേർഡ്സ് ബാംഗ്ലൂർ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഐറ്റം കിടപ്പുണ്ട്. BTPGL മറ്റേ LPG കൊണ്ടുവന്ന ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ഹംസഫറിന് മുന്നിൽ വേറെ ഏതോ വണ്ടി ഉണ്ടോ ഡൗട്ട് ഉണ്ട്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഉരുട്ടലും പിടിച്ചിടലും ഒക്കെയാണ്. ഇതുണ്ട് ബുട്ടി ഇരട്ടി പട്ടി. നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടോ. നല്ല ഉരുട്ടലാണ് കേട്ടോ. സ്റ്റേഷൻ കാണുമ്പോൾ അപ്പം ചവിട്ടും, അതാണ് സ്വഭാവം. ഇപ്പോൾ മുന്നിൽ റെഡ് കിടപ്പുണ്ട്. ഏത് കോൺക്രീറ്റിൻ്റെ കെട്ടിടം കണ്ട അവിടെ ചവിട്ടും. മോരാപ്പൂർ എന്ന സ്റ്റേഷനിൽ കൊണ്ട് ചവിട്ടിയിട്ടുണ്ട്. മുന്നിൽ ഞാൻ വേറെ സ്പീറ്ററിൽ നോക്കിയിട്ട് മുന്നിലൊരു വണ്ടിയൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗുഡ്സും എല്ലാം ഉണ്ടാവും. ഫുൾ കൽക്കരി കൊണ്ടുപോകുന്നുണ്ട്. കോള് കൊണ്ടുപോകുന്ന ഒരു ബോക്സ് ആൻഡ് ഫ്രൈറ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 WAG5 ട്വിൻസ് ആണ് അതിനെ വലിക്കുന്നത്. ആ ഫ്രൈറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടി സിഗ്നൽ വേണം, നമ്മളും വിട്ടു. നമ്മുടെ ലോക്കോ ഉണ്ടല്ലോ WDP40, നല്ല പുകയാണ് പുറത്തിടുന്നത്. ഡീസൽ എഞ്ചിനല്ലേ, അപ്പോൾ നല്ല പുക ഉണ്ടാവും. നമ്മളങ്ങനെ ജോളാർപേട്ട ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോളാർപേട്ട ഇത് നമ്മൾ ബാംഗ്ലൂർ ലൈനിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇവിടെ എന്തോ ട്രാക്ക് വർക്ക് നടക്കുകയാണ്. അതാണ് പയ്യെ പോകുന്നത്, അല്ലെങ്കിൽ പയ്യാണ് പോകുന്നത്. നമ്മൾ ഈ പോകുന്ന ഈ ട്രെയിനിൻ്റെ സ്ലോട്ടിൽ വേറെ കുറേ വണ്ടി ഓടുന്നുണ്ട്. വേളാങ്കണ്ണി വാസ്കോഡഗമ എക്സ്പ്രസ്, പിന്നെ ഒരു മൈസൂർ ഉദയ്പൂർ, ഒരു പാലസ്തീൻ ഹംസഫർ എക്സ്പ്രസ്, അങ്ങനെ കുറേ വണ്ടികളൊക്കെ നമ്മൾ ഈ പോകുന്ന സെയിം ടൈം സ്ലോട്ടിൽ ഓടുന്നുണ്ട്. ഹംസഫർ കുറേ ഫേമസ് വണ്ടികളുണ്ട് കേട്ടോ. മൈസൂർ ഉദയ്പൂർ, ഒരു പാലസ്തീൻ ഹംസഫർ എന്ന വണ്ടിയുണ്ട്. നമ്മൾ ഈ പോകുന്ന സെയിം റൂട്ട് തന്നെയാണ്. പിന്നെ വേറെ ഉള്ളതാണ് മറ്റേ അഗർത്തല SMVT ബംഗളൂരു, അങ്ങനെ കുറേ ഹംസഫർ ഉണ്ട് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ രാമേശ്വരത്തേക്ക് പറഞ്ഞുണ്ട് കേട്ടോ. ഫിറോസ്പൂർ കണ്ടോൺമെന്റിൽ നിന്ന് മണ്ഡപം വരെയുള്ളൊരു ഹംസഫർ എക്സ്പ്രസ് ഉണ്ട്. പിന്നെ പഗത് കി കോട്ടി ട്രിച്ചി ഒരു ഹംസഫർ ഉണ്ട് കേട്ടോ. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ ഹംസഫറൊക്കെ നമ്മുടെ ഇങ്ങോട്ടേക്കുണ്ട്. ഇതെല്ലാം നല്ല അത്യാവശ്യം നല്ല ദൂരം ഓടുന്ന 2-2.5 ദിവസം 3 ദിവസമൊക്കെ ഓടുന്ന ട്രെയിനുകളാണെല്ലാം. നമ്മുടെ ഈ യാത്രയ്ക്കുള്ള ചിലവ് 2925 രൂപയാണ്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതാണ് കുറച്ച് കൊണ്ടിട്ട്. അവസാനം ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ പൈസ കൂടും, കാരണം ഡൈനാമിക് ഫെയറിംഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നുണ്ട്, അത്ര റേറ്റ് കിട്ടി.
നമ്മുടെ വണ്ടിക്ക് ഇഷ്ടം പോലെ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ ഇനി പിടിച്ചെടുത്തെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ പച്ചൂർന്ന് എന്ന സ്റ്റേഷനിലുണ്ട് പിടിച്ചിട്ട് റെഡ് കിടക്കാണ് മുന്നിൽ. ഈ മുന്നിൽ വേറെ വണ്ടി ഉണ്ടോ ഒരു ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നുമില്ല. എന്തായാലും കൊള്ളാം. നമ്മൾ 10 മണിക്ക് ബംഗാരപ്പേട്ട എത്തേണ്ടതാണ്. നമ്മളിപ്പോൾ കുപ്പം പോലെ ആയിട്ടില്ല, 9:45 ആയതേ ഉള്ളൂ. നമ്മൾ 40 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇവിടെ ബംഗാരപ്പേട്ടെത്തി. ബംഗാരപ്പേട്ട ആയപ്പോൾ ഇവിടെ ഒരു ഫാമിലി വന്ന് കയറി. അവർ ഒന്ന് സാധനങ്ങളെല്ലാം ഉണ്ട്, ഈ സീറ്റിനടി കൊണ്ട് കുത്തിക്കയറ്റി പച്ചക്കറിയും തേങ്ങയും എല്ലാം ഉണ്ട്. ഇതും കൊണ്ട് എന്താ ഇവിടെ പോകാൻ ആർക്കറിയാം. ഖാന ഓർഡർ എടുക്കാൻ വന്നേ. ഇതിനകത്ത് വെജ് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാനൊരു വെജ് മീൽസ് പറഞ്ഞു. 130 രൂപ എന്ന് ആദ്യമേ പറഞ്ഞാൽ. ബംഗാരപ്പേട്ട കയറിയ പിന്നെ നമ്മുടെ വണ്ടി വെട്ടി പോകുകയാണ് കേട്ടോ. നല്ല വീഡിയോയിലാണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഫീൽഡ് കഴിഞ്ഞു. നമ്മളിനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കൃഷ്ണരാജപുരമാണ്. നമ്മുടെ വണ്ടി ഇവിടുന്ന് KGM എന്ന കൃഷ്ണരാജപുരത്ത് നേരെ മറ്റേ SMBT ആ റൂട്ടിൽ കയറും. ബാനസ്വാടി കയറിട്ട് ഇങ്ങനെ റൈറ്റ് പോയിട്ട് ഈ യശ്വന്ത്പൂർ ബാംഗ്ലൂരിൽ നിന്ന് ടച്ച് ചെയ്യാതെ യശ്വന്ത്പൂർ ബൈപ്പാസ് ചെയ്തിട്ട് നേരെ പോകും. അതായത് ടൗണിൽ കയറത്തില്ല, സിറ്റിയിലൊന്നും കയറത്തൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഹംസഫർ പോകുന്നത്. കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ബാക്കിലായിട്ട് കണ്ട കുറേ ഇങ്ങനെ പഴയ, അതായത് ഉപയോഗിക്കാത്ത ലോക്കോമോട്ടീവ്സ്. എനിക്ക് തോന്നുന്നത് സ്ക്രാപ്പ് ചെയ്യാനായിരിക്കും മിക്കവാറും. അതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടോ. എന്തോ ഒരു അടിപൊളി ലോക്കോസ്. ആൽക്കോ ഉണ്ട്, WDP-40 ഉണ്ട്, DG4 ഉണ്ട്, ഗുഡ്സ് ലോക്കോസ്, അങ്ങനെ കുറേ ഉണ്ട്. ഇതെല്ലാം അവിടെ കൂട്ടിയിട്ടേക്കാണ് കണ്ട. ഇതൊക്കെ മിക്കവാറും സ്ക്രാപ്പ് ചെയ്യാൻ തന്നെ ആയിരിക്കും. ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ ആ ഷെഡിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്ക്. ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പം വളരെ കുറച്ച് ഇവരുടെ ലോക്കോമോട്ടീവ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഒന്നെങ്കിൽ യൂസ് ചെയ്യാത്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് അഴുക്കായ ലോക്കോസൊക്കെ ആയിരിക്കും. ഇതെല്ലാം ഡീസൽ ലോക്കോസിൻ്റെ ഏരിയ ആണ്. ഇപ്പോൾ ആണ്ട് ഇലക്ട്രിക് ലോക്കോസാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഡീസലും ഉണ്ട്, ഇലക്ട്രിക് ലോക്കോസും ഉണ്ട് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ ഔട്ടറിൽ പിടിക്കാൻ കാരണം അവിടെ കൃഷ്ണരാജപുരം സ്റ്റേഷനിലെ മറ്റേ SMBTക്ക് പോകുന്ന കാക്കിനാടയിൽ വരുന്നൊരു ശേഷാദ്രി എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഔട്ടറിൽ പിടിച്ചിട്ട്. SMBT ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ആ വണ്ടിയുടെ പോകുന്നത്. നമ്മളതിന് മുമ്പും ഇവിടെ വന്നപ്പോൾ ഈ വണ്ടി കണ്ടായിരുന്നു. സെയിം വണ്ടി. ഇത് എല്ലാ ദിവസവും ഉള്ള വണ്ടിയാണ്, ഡെയിലി വണ്ടിയാ. ഹൗറയിലെ സന്തരാഗച്ചി ഷെഡിൻ്റെ ഒരു WP7 ആണ് അതിനെ പുൾ ചെയ്തത്. ഞാനത് ആ ലോക്കോയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷെഡിൻ്റെ പേര് നോക്കി പറഞ്ഞ. ഇപ്പം കണ്ട മെമു ഇല്ല, അത് RCF എന്ന് മുന്നിൽ ഇട്ടിട്ടില്ലേ, അത് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ ഉണ്ടാക്കിയ മെമു ആണ്. സാധാരണ ഇവിടുത്തെ മെമു എല്ലാം ICF ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇത് RCFിലെ മെമു ആണ്. അതിനൊരു സ്പെഷ്യൽ ലിവറി ഉണ്ടല്ലേ, അത് അങ്ങനത്തെ പുതിയ ടൈപ്പ് ഇറക്കിയതാണ് അവർ. അത് ബാംഗ്ലൂരിൽ നിന്ന് ബംഗാരപ്പേട്ട് പോകുന്ന മെമു ആണ്. അപ്പുറത്ത് വന്ന വണ്ടി നമ്മുടെ ശേഷാദ്രി എക്സ്പ്രസ് ആണ്. SMVT കാക്കിനട. ഈ വണ്ടിയാണ് നാഗർകോവിൽ ഒരു എക്സ്പ്രസ് ഉണ്ട് ഇവിടുന്ന്, ബാംഗ്ലൂർ നാഗർകോവിൽ. പിന്നെ ആ നാഗർകോവിലിന് കൊച്ചുവേളി വരുന്ന പാസഞ്ചർ ഉണ്ട് ഈ വണ്ടിയാണ്. കൃഷ്ണരാജപുരത്ത് നിന്ന് 1 മണിക്കൂർ 8 മിനിറ്റ് വൈകിയതാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ നമ്പർ പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ വണ്ടി നമ്പർ 22498 എന്നാണ്. ഉത്കൃഷ്ട ലിവറി അടിച്ച മെമു താണ്ട് ഇവിടെ ബാംഗ്ലൂർ ഏരിയ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. ഉത്കൃഷ്ട മെമു. നമ്മൾ ബയ്യപ്പനഹള്ളിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട്
മറ്റേ SMVT ബംഗളൂരു പോകുന്ന റൂട്ടില്ല, ആ റൂട്ടിൽ കയറി നമ്മൾ ബനസ്വാടി വഴിയാണ് നമ്മൾ യശ്വന്ത്പൂർ ബൈപ്പാസ് അടിച്ച് തുംകൂർ ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ ബാംഗ്ലൂരൊക്കെ വന്ന് ഇഷ്ടംപോലെ ബൈപ്പാസും പിന്നെ ഒരു കുറേ റൂട്ടുകളൊക്കെ ഉണ്ട്. നമുക്കത് മനസ്സിലാക്കി വരാൻ തന്നെ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വണ്ടികളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അധികം വണ്ടികളൊന്നും ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ പോകാറില്ല. SMVT സ്റ്റേഷനാണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്കിപ്പ് അടിച്ച് പോവാം പയ്യെ. അപ്പോൾ SMVT ബംഗളൂരിൻ്റെ യാർഡാണ് ഇങ്ങനെ അപ്പുറത്തേണ്ട. ഇത് മറ്റേ ഷണ്ടിങ് ലോക്കോമോട്ടീവ് ആണ്, കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു ഷണ്ടിങ് ലോക്കോമോട്ടീവ് ആണ് നിങ്ങൾ കാണുന്നത്. അത് ഷണ്ട് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് ഹംസഫർ എക്സ്പ്രസ് ആണോ, അഗർത്തല SMVT ബംഗളൂരു ഹംസഫറാണ് ഈ കിടക്കുന്നത്. അപ്പോൾ 2 ഹംസഫറാണ് ഇപ്പോൾ കാണുന്നത്, നമ്മുടെ ട്രിച്ചി ഗംഗാനഗർ ഹംസഫറും അഗർത്തല SMVT ഹംസഫറും. ഈ വണ്ടി 62 മണിക്കൂർ 40 മിനിറ്റ് ആണ് ഈ വണ്ടിയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ട്രാവൽ ടൈം എന്ന് പറയുന്നത്. അത്രയും സമയമെടുത്താണ് അഗർത്തലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. നമ്മുടെ ഹംസഫർ എല്ലാം ഫുൾ യൂണിഫോം ആയിട്ടുള്ള ഹംസഫറിൻ്റെ ആ ഡെലിവറി ഉള്ള റേറ്റാണ്. പക്ഷേ ഈ ഹംസഫറിൻ്റെ എല്ലാം അങ്ങനത്തെ അല്ല, ചില ഇടയ്ക്കിടയ്ക്ക് റെഡ് കോച്ചും ഉണ്ട്. അങ്ങ് സ്റ്റേഷനിൽ WP4 ആയിട്ടൊരു ഹംസഫർ അടക്കുന്നുണ്ട്. അത് നമ്മുടെ കൊച്ചുവേളി SMVT ഹംസഫർ ആണ്ട. അപ്പം അങ്ങനെ 3 ഹംസഫർ. നമ്മളങ്ങനെ ബാനസ്വാടി എത്തി. നേരത്തെ മറ്റേ കൊച്ചുവേളി ഹംസഫർ ഇല്ലായിരുന്നോ, അത് നേരത്തെ ബാനസ്വാടി വഴിയായിരുന്നു. ഇത് ചെറിയ സ്റ്റേഷനാണ് കേട്ടോ, ആകെ 1, 2, 3 പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇപ്പോഴും 1 മണിക്കൂർ 6 മിനിറ്റ് ലേറ്റാണ്. ഇവിടെ ഈ ബാംഗ്ലൂർ ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന വണ്ടികളൊക്കെ ആണെങ്കിലേ എല്ലാം ഇതേപോലെ ഉരുട്ടലാണ്. ഇപ്പം ബൈ റോഡാണല്ലോ, ഉരുട്ടലാണല്ലോ. ഇത് കയറിയപ്പോൾ തൊട്ട് ഉരുട്ടലാണ്, ഉരുട്ടലാണ്. KJM വരെ അത്യാവശ്യം സ്പീഡിലെത്തി. KJM തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഉരുട്ടലാണ്. ഇനി ആ ബൈപ്പാസൊക്കെ ഇറങ്ങി മറ്റേ തുംകൂർ മെയിൻ ലൈനിൽ കയറുമ്പോഴായിരിക്കും ഇനി സ്പീഡ് എടുക്കുന്നത്. എത്ര നേരം അറിയാം, നമ്മളിപ്പോൾ യശ്വന്ത്പൂർ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളഞ്ഞ് കണ്ട് മെയിൻ ലൈനിൽ കയറാൻ പോവാം. ഈ കാണുന്ന ലൈൻ യശ്വന്ത്പൂർ സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. നമ്മൾ വേണ്ട ബൈപ്പാസ് എടുത്തിരിക്കുക. അങ്ങനെ നമ്മൾ ഫൈനലി ഇതുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഹൂബ്ലി അല്ലെങ്കിൽ തുംകൂർ പോകുന്ന ലൈനിലേക്ക് നമ്മൾ കണ്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉരുട്ടൽ കഴിഞ്ഞില്ല കേസ്, വീണ്ടും ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോൽ കള്ളിയിട്ടുള്ള സ്ഥലത്ത് വന്ന് പിടിച്ചിട്ട് കൊണ്ടെടുത്തോണ്ട് പോവാണ്. എന്തൊരു ഉരുട്ടലാണോ എന്തോ എനിക്കറിയാൻ പാടില്ല. വണ്ടി ഇപ്പം തുംകൂരൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞ്. കാറൊക്കെ കയറ്റിക്കൊണ്ട് വന്ന ഓട്ടോമൊബൈൽ ക്യാരിയർ, അതായത് NMG റേക്കാണ് കിടക്കുന്നത്. ചിക്കൻ ഞാൻ മീൽസ് പറഞ്ഞില്ലേ, ഇതിനകത്ത് എന്തോ ചപ്പാത്തി എന്തോന്നു, അത് കല്ല് പോലെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കറി എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ കറി എന്താണ്, പനീർ കറി, അത് വെള്ളം പോലെ ഇരിപ്പുണ്ട്. പിന്നെ ചാവലുണ്ട്, ചാവലും പരിപ്പും സബ്ജിയും. അത് കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതെന്തായാലും ദാരിദ്ര്യമായിരിക്കും, കഴിച്ചു നോക്കട്ടെ. പറഞ്ഞ പോലെ തന്നെ വെള്ളം പോലെ തന്നെ ചപ്പാത്തിയും ഇതും കാക്കാശ്രമതല്ല കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല. പച്ചക്കറി എല്ലാം ഉണ്ട് കേട്ടോ, കോളിഫ്ലവർ ക്യാപ്സിക്കം എല്ലാം ഉണ്ട്. പക്ഷേ ഒരു എരിവില്ല, ഉപ്പുമില്ല, ഒന്നുമില്ല. ചോറ് കുഴപ്പമില്ല കേട്ടോ, ചോറിന് അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉണ്ട്. ചപ്പാത്തിയും കറിയും മാത്രം പറ്റിച്ചിളഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് എല്ലാം നക്കി വെച്ച്, കാരണം വിശന്നിരിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും ആരും നോക്കത്തില്ല. നമ്മൾ തുംകൂർ എത്തി. തുംകൂർ ഇത് ഏത് ശേഷം കണ്ട അവിടെ ചവിട്ടുന്ന വണ്ടിയല്ലോ കേട്ടോ. ട്രിച്ചിയിൽ വിട്ടപ്പോൾ തൊട്ട് ഇതിൻ്റെ പരിപാടി. നമ്മളിപ്പോൾ കണ്ട ഏതോ സ്റ്റേഷനിൽ ഇങ്ങനെ ഉരുണ്ട് പോവാണ്. കുറച്ച് മുമ്പ് അവിടെ ഔട്ടറെ കൊണ്ട് ചവിട്ടിയിട്ട് ഇപ്പോൾ കണ്ട് പിന്നെ എടുത്തുകൊണ്ട് പോവാം. പൊന്നാവള്ളി റോഡെന്നാണ് ഈ സ്റ്റേഷന് പേര്. നമ്മൾ ഈ റൂട്ടൊക്കെ അന്ന് ചിക്കമംഗളൂർ പോയപ്പോൾ ഞാൻ ഈ റൂട്ടൊക്കെ ഈ സ്റ്റേഷനൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചായിരുന്നു. മുന്നിൽ വണ്ടിയൊന്നുമില്ല, പക്ഷേ എന്തോ ചവിട്ടി എന്താണെന്നറിയത്തില്ല. അവിടെ മുന്നിൽ ലോക്കോടെ അവിടെ ഒരു പുള്ളി നിപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കാണും, എന്തെങ്കിലും സീൻ കാണും. ചവിട്ടിക്കൊണ്ട് 2 മിനിറ്റ് ഇട്ടപ്പോഴേക്ക് വണ്ടി വീണ്ടും എടുത്തു. ഇവിടെ എന്തോ വർക്ക് നടക്കാണ്ട്, എന്തോ ആൾക്കാരൊക്കെ ട്രാക്കിനോട് നിൽക്കുന്നത് കണ്ടോ, എന്തോ സീനുണ്ട്, അതാണ്.
ബെൽഗാം മൈസൂർ വിശ്വമാനവ എക്സ്പ്രസ് ആണ് പോകുന്നത്. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WDG4 ആണ് ലോക്കോ. ഒരു മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്ന നമ്മുടെ ഹംസഫർ ഇപ്പം 40 മിനിറ്റ് ഡിലേ ആയിട്ട് ഇവിടെ അർസികയിൽ എത്തിയിരിക്കുകയാണ്. അത് ബഫർ ടൈം ഉള്ള കാരണം കുറച്ച് ഡിലേ കുറഞ്ഞ് നമ്മളിപ്പം അർസികേര ജംഗ്ഷനിൽ 3:15 എത്തി. 2:35 എത്തേണ്ട. ഇവിടെ ലെഫ്റ്റ് കിടക്കുന്ന ആ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മറ്റേ ഹാസൻ റൂട്ട് പോകുന്ന ഫ്ലൈറ്റാണ്. ആ ലൈനാണ് കാണുന്നത്, ഹാസൻ റൂട്ടിലൂടെ പോകുന്ന ആ ലൈനാണ് കാണുന്നത്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ ഹാസൻ റൂട്ടിൽ കൂടി സകലേഷ്പൂർ ഭാഗത്തോട്ട് പോകുന്നത്. നമ്മുടെ ഹംസഫർ ഫുള്ളാണ് കേട്ടോ. നമ്മുടെ ഹംസഫറിൽ ഒറ്റ സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. എൻഡ് ഫുള്ളായിട്ടാണ് ഓടുന്ന വണ്ടി. നമ്മുടെ വണ്ടിക്ക് അതെ കൂടുതൽ ഈ രാജസ്ഥാനി ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കയറുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെ കയറുന്നത് വളരെ കുറവാണ്. ഇവിടെ നമ്മുടെ വണ്ടിയിലെ ലോക്കോ പൈലറ്റ്സ് ഒക്കെ മാറുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട് അർസികേരയിൽ. ഇവർ മിക്കവാറും ഹൂബ്ലി വരെ ഓടിക്കുമായിരിക്കും അർസികേരയിൽ നിന്ന് കയറിയ ആൾക്കാർ. ഈ ചേട്ടന്മാരാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ച കേട്ടോ. ഇവരാണ് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ലോക്കോ പൈലറ്റ്സ്. അപ്പോൾ ഇവിടെ നിന്ന് വേറെ ആൾക്കാർ കയറി. ക്രൂ ചേഞ്ച് മാത്രമല്ല കേട്ടോ, റീഫ്യൂലിങ്ങും ഉണ്ട്. നമ്മുടെ ഡീസൽ ലോക്കോ അല്ലേ, അപ്പോൾ അവർ ഇവിടുന്ന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചത്. ഒരു ട്രെയിൻ ഓടിക്കുമ്പോൾ നമ്മളറിയാത്ത എന്തൊക്കെ സംഭവങ്ങളല്ല നടക്കുന്നത്. ട്രെയിൻ ഓടിക്കുമ്പോൾ നമ്മളെ സേഫായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടി ലോക്കോ പൈലറ്റ്സും ഗാർഡും മാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ. നമ്മുടെ വണ്ടി പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് പച്ച വീണു. മെയിൻ ലൈനിലായതുകൊണ്ടാണ് പച്ച വീണത്. ലൂപ്പ് ലൈനിലാണെങ്കിൽ നമുക്ക് യെല്ലോ ആണ് വീഴുന്നത്. ഡെമോ ട്രെയിൻ അല്ലേ ഇത്. ഷിമോഗ ടൗണിന് തുംകൂര് വരെ പോകുന്നൊരു ഡെമോ ആണ്. നമ്മളെ കാശ്മീരിൽ പോകുമ്പോൾ ഇങ്ങനത്തെ സാധനം അവിടെ ഓടുന്നുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഓടുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം എല്ലാം മെമു ആണ്, കാരണം അവിടെ ഇലക്ട്രിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞില്ലേ. കർണാടകത്തിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാം ഡീസൽ ലോക്കോമോട്ടീവ്സ് ആണ് ഇവിടെ കൂടുതലും ഫ്ലൈറ്റിലൊക്കെ ഓടുന്നത്. അതിന് നമ്മുടെ കോച്ച് ഫുൾ നിശബ്ദമാണ് കേട്ടോ. എല്ലാവരും ഊണ് കണ്ടുള്ള ഉച്ചമയക്കത്തിലാണ് എല്ലാവരും. ഉച്ചമയക്കത്തിൽ ചായ കൊണ്ട് വരുന്ന കാറ്ററിംഗ് ചേട്ടൻ പാവം. അർസികേരെ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പായ ബിരൂർ ജംഗ്ഷനിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിരൂർ നിന്നാണ് ഈ ഷിമോഗയ്ക്കും പിന്നെ താൽഗുപ്പയ്ക്കുള്ള ഒറ്റ ലൈനാണ്. ആ ലൈൻ തിരിയുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മളന്ന് ശരാവതി എക്സ്പ്രസ്സിന് പോയപ്പോഴും ഈ സെയിം സ്റ്റേഷനിൽ കിടക്കാൻ പോയത്. ഗൈസ്, ഒരു 5 മണിയായപ്പോൾ നമ്മുടെ പാൻട്രിയിലെ ചേട്ടൻ കൊണ്ടുവന്ന് മുളക് ബജിയും പാവും കൊണ്ടുവന്നു. പാവത്താണ് തൈസാണ്, പക്ഷെ മുളക് ബജിയും കിട്ടുന്ന സാധനം കേട്ടോ. അടിപൊളി ഐറ്റം. 30 രൂപ വാങ്ങിച്ചു. നമ്മൾ 5 മണി കഴിഞ്ഞു, 5:30 ആവാറായി. 40-45 മിനിറ്റ് ഡിലേയോടെ നമ്മൾ കർണാടകത്തിലെ ദാവൻഗേരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അസൻസോൾ ഷെട്ടിൻ്റെ ഒരു WH7 ആണ് നമ്മളിപ്പോൾ കണ്ടത്. അസൻസോൾ ഷെട്ടിൻ്റെ WH7 വിത്ത് BTP ഇൻ ഫ്രൈറ്റ്. ഇത് empty ആണ് കേട്ടോ. ഇതിനകത്ത് പെട്രോളൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ലിവർ കണ്ടോ, ആ ലിവർ കണ്ട് ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ empty ആയിരിക്കും, വലത്തോട്ടാണെങ്കിൽ ലോഡായിരിക്കും. ദാവൻഗര വിട്ടാൽ പിന്നെ തൊട്ടടുത്ത സ്റ്റോപ്പുണ്ട് ഹരിഗർ എന്ന് പറഞ്ഞാൽ. കുറച്ചേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് പോലും വേണ്ട.
അപ്പം തന്നെ ഹരിഹർ എത്തും. ഹരിഹർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത് ഹൂബ്ലിയിലാണ്. ഇനി ഹൂബ്ലിക്ക് ഇവിടെ നിന്ന് 130 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ 5:45 5:40 8 മണിയാണ് ഹൂബ്ലി ടൈം. അപ്പം അത്രയും ടൈമുണ്ട്. സ്ലാക്ക് ടൈമാണ്. ഹൂബ്ലിയിൽ നിന്ന് അർസികേരെ പോകുന്നൊരു എക്സ്പ്രസ് ആണ് കേട്ടോ. അത് പാസഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഹരിഹർന്ന് പുറപ്പെട്ടു. ഇനി ഡേ ലൈറ്റ് ഒക്കെ കുറയും. ഇനി ഡേ ലൈറ്റ് ഇല്ല. ഇനി നമ്മൾ 8 മണി റേഞ്ചിൽ എന്തായാലും ഹൂബ്ലി എത്തും. പിന്നെ നാളെ രാവിലെ പൂനെ എത്തുന്നവരെ ഈ വീഡിയോ ഉണ്ടാവുമേ. സൺസെറ്റ് കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ. നോക്ക് ഇങ്ങനെ ആ അകത്തോട്ടൊക്കെ താഴോട്ടങ്ങ് ഇറങ്ങി പോകുന്നവരുണ്ട്. നോക്ക് സൂപ്പറല്ലേ, ക്ലിയർ ആയിട്ട് കാണാം. അവിടെ മലയുടെ ബാക്കിൽ സൂര്യൻ ഒളിച്ചിരിക്കുന്നവരുണ്ടല്ലേ, കൊള്ളാം, അടിപൊളി. സമയം ഇപ്പം മണി 8:15. നമ്മൾ ഹൂബ്ലി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. 2024 മെയ്ഡ് ഫ്രഷ് LSP കിടക്കുന്നുണ്ടോ, കിടിലം. നോക്ക് നമ്മളങ്ങനെ വേൾഡ്സ് ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹൂബ്ലി ജംഗ്ഷൻ അല്ലെങ്കിൽ ഹുബ്ബള്ളി അല്ലെങ്കിൽ ശ്രീ സിദ്ധരൂത സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ, അതാണ് ഒഫീഷ്യൽ നെയിം. ഈ വണ്ടി ഉണ്ടോ, ഇത് യശ്വന്ത്പൂർന്ന് ബിക്കാനീർ പോകുന്ന വണ്ടിയാണ്. നമ്മൾ പോകുന്ന ബിക്കാനീർ വഴിയാണ്, പക്ഷെ ഇത് നമ്മൾ പോകുന്ന വഴിക്കല്ല. ഇത് ഇവിടെ നിന്ന് ഹൂബ്ലി വന്നിട്ട് റിവേഴ്സിൽ അടിച്ചിട്ട് ഗഡക് പോയിട്ട് അവിടെ റിവേഴ്സിൽ അടിച്ചിട്ട് സോലാപൂർ വഴിയാണിത് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്, മുംബൈ ഭാഗത്തേക്ക് പോകുന്നത്. ഹൂബ്ലി എത്തിയപ്പോഴേക്കും ഞാൻ ഇഡ്ഡലി വട വാങ്ങിച്ചു. കാരണം ട്രെയിനിലെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ഇത് കുഴപ്പമില്ല, ചൂടാണ്. ഇവിടൊക്കെ വന്ന ട്രെയിൻ കുറേ നേരം കിടക്കും. ഇനിയിപ്പോൾ ഹൂബ്ലിയിൽ നിന്ന് വിട്ടാൽ പിന്നെ ധാർവാഡ്, പിന്നെ ബെൽഗാം, അങ്ങനെയാണ് സ്റ്റോപ്പ് വരുന്നത്. ലോണ്ടയിലൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. ധാർവാഡ് കഴിഞ്ഞാൽ പിന്നെ ബെൽഗാം മാത്രമേ ഉള്ളൂ. യു ആർ അറ്റ് വേൾഡ്സ് ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം ഹുബ്ബള്ളി. 224 മീറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോക്കോപ്പയിൽ നീട്ടിയൊരു കോണടിച്ച് നമ്മൾ ഹുബ്ബള്ളി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ ധാർവാഡ്, പിന്നെ അത് കഴിഞ്ഞാൽ ബെൽഗാം. ഈ കിടക്കുന്ന വണ്ടിയാണ്, ഇത് ചെന്നൈക്ക് പോകുന്നൊരു വണ്ടിയാണ്. ഇത് ഹൂബ്ലി ചെന്നൈ എക്സ്പ്രസ് ആണ്. നമ്മൾ ലോണ്ട സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ രാവിലെ കാണാം. ഇനി പൂനെ എത്താറാകുമ്പോൾ കാണാം. സമയം രാവിലെ 7 മണിയാവുന്നത്. നമ്മളിപ്പോൾ തോണ്ടജിന് എന്ന സ്ഥലമൊക്കെ ആവാറായിട്ടുണ്ട്. രാജീവാടിയിൽ എന്ന സ്ഥലമായി. നമ്മൾ പൂനെ എത്താറായിട്ടുണ്ട്. പൂനെ 8 മണിയാണ് എത്തേണ്ടത്. ചിലപ്പോൾ പൂനെ മുമ്പ് എത്തും, കാരണം സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വൈകിട്ട് സൺസെറ്റ് കണ്ട പോലെ തന്നെ സൺറൈസും കണ്ട നല്ല രസമല്ലേ കാണാൻ. ഇങ്ങനെ ആ അങ്ങ് ദൂരെ ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ ഉണ്ട്. ഇത്രയും നേരം ഡബിൾ ലൈൻ ആയിരുന്നേ. ഇപ്പൊ വേണ്ട ഈ അമ്പാലയുടെ ശേഷം കഴിഞ്ഞപ്പോഴും സിംഗിൾ ലൈനായി. ഇവിടെ ഡബിൾ ലൈൻ പണി നടക്കുവാണ് പലയിടത്തും. ചിലയിടത്തൊക്കെ ആയിട്ടില്ല, ചിലയിടത്ത് ആയിടുന്നത്. നമ്മളന്ന് പോയപ്പോൾ കണ്ടതല്ലേ, അതുകൊണ്ട് ഒരു പാറയുടെ ഇടുക്കി കൂടെ പണിയുന്ന കണ്ടോ. ട്രാക്ക് വെച്ചില്ല, അതിന് മുമ്പ് തന്നെ പോസ്റ്റ് വെച്ച് കമ്പി വലിച്ച് എല്ലാം സെറ്റായി. അതുകൊള്ളാം.
ജാപാര കൺസ്ട്രക്ഷൻ കേട്ടോ. ഇവിടെ ഒരു വലിയ പാലം വരുന്നുണ്ടോ നോക്കി, എൻ്റെ പൊന്നെ നോക്കി. ആ അടിപൊളി. നോക്ക്, ഇതാ മലയുടെ മുകളിൽ കൂടെ ആണ് ഈ പണിയുന്നത്. സൂപ്പർ അല്ലേ? നമ്മളിപ്പോൾ ഒരു ടണലിൽ കയറാൻ പോവാണേ. ഈ റൂട്ടിലെ കുറേ ടണലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ടണലിൽ തന്നെ കയറാൻ പോവാം. വലിയ പാലം കേട്ടോ. നോക്ക്, അതെല്ലാം ഓൾമോസ്റ്റ്, ഈ പാലം ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ട് ട്രാക്ക് വെച്ചാൽ മാത്രം മതി. അപ്പുറത്തെ ടണല് പുതിയതായിട്ട് പണിത് എല്ലാം കഴിയാണ്. ഇനി അകത്ത് കുറച്ച് പണി കൂടെ കാണും. ചറപറ വളവാട്ടോ. ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത് വണ്ടി. പൂനെ എത്താറായിട്ടുണ്ട്. പൂനെയിൽ നമ്മുടെ വണ്ടിക്ക് ലോക്കോ ചേഞ്ച് ഉണ്ട്, ഇലക്ട്രിക് ലോക്കോ ആക്കും. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. സെക്കൻഡ് പാർട്ട് പൂനെയിൽ നിന്നും ശ്രീഗംഗാനഗർ വരെയുള്ള യാത്രയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കുന്നു. സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. സെക്കൻഡ് പാർട്ടുമായിട്ട് പൂനെയിൽ നിന്ന് ഗംഗാനഗറിലേക്കുള്ള യാത്രാ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പോഴേക്കും സൈനിങ് ഓഫ്. ബൈ.